ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. SLPC ചേലക്കര യൂണിയൻ നടത്തിയ ടാലന്റ് ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. SNPC ചേലക്കര യൂണിയൻ നടത്തിയ ടാലന്റ് ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ചടങ്ങിന്റെ ഉദ്ഘാടനം നാരായണൻ മാസ്റ്റർ നടത്തി. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പൈസ കിട്ടാൻ യൂണിയനുമായി കിട്ടാനുണ്ട്. കിട്ടാനും മേടിച്ച ആളുകൾ കൊടുക്കുന്നതിന് താല്പര്യം കാണിക്കാറില്ല. പല ആളുകളും 2 ലക്ഷം 3 ലക്ഷമൊക്കെ യൂണിയൻ അടച്ചു തീർക്കാറുണ്ട്. കണക്കുണ്ട്. അത് കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല. കടം ഭരിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രവർത്തനം ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഈ ശാഖകളിലെല്ലാം വിളിച്ച് ശാഖക്കാരെയെല്ലാം വിളിച്ച് പൊതുയോഗം നടത്തി യൂണിയൻ്റെ പൊതുയോഗം നടത്തി നല്ലൊരു ഭരണസമിതി കാഴ്ചവെക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചിട്ടുണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത് അജയ് കോട്ടോ അല്ല അതുല്യ കോട്ടോ അതുല്യ കോട്ടോ ഒരു ദിവസം എന്നെ വിളിച്ചു. മാസം ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പഴയനോടുണ്ട് വന്നാൽ കാണാവുന്നതാണ്. ഏതായാലും ഇതുവരെ ഗുരുദേവൻ സഹായിച്ചിട്ടോ അല്ലാതെ അവിടെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ അത് ഒരു ഭാഗം കിടക്കുന്നു. അതിനെക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഈ യൂണിയൻ്റെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള വിശ്വാസമില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ എല്ലാവരെയും കൂടെ സഹകരിച്ചിട്ട് യൂണിയൻ സ്ഥലം വിറ്റ് എടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ വന്നു. അത് നടക്കുന്നില്ല എന്ന് കഴിഞ്ഞപ്പം പിന്നെ അയാളുടെ താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു സംരക്ഷണ സമിതി, ഈ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം. പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. SNPC യൂണിയൻ സെക്രട്ടറി റിട്ടയർഡ് ക്യാപ്റ്റൻ സ്വാമിനാഥൻ, ചന്ദ്രമതി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. MN കേശവൻ ആശംസകൾ അറിയിച്ചു. ഉപസ്ഥിതരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദനവും നടത്തി. CCV ന്യൂസ് ചേലക്കര.